അനന്തു അനന്തു എന്താടാ ഇത്? എപ്പോഴും വാതിലടച്ചിങ്ങനെ. നിന്നെ കാണാൻ ആരണ്ട് വന്നിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം പോറ്റിന്നോ, കൂടെ വേറൊരാളുണ്ട് തടിച്ചു കുറുതായിട്ട്. കൃഷ്ണൻ, ഒരു നിമിഷം ഞാൻ വിചാരിച്ചു എന്റെ കൃഷ്ണൻ തന്നെയാണ്. എനിക്കും തോന്നി. ഇരിക്കും. ആരാ? എന്താ വേണ്ടത്? ഞാൻ സുബ്രഹ്മണ്യ പോറ്റി, ഇദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റാ. ഓ, ഇദ്ദേഹം ആരാന്ന് പറഞ്ഞില്ല. ഇദ്ദേഹം ഗോവിന്ദ്ജി എന്ന് പറയും. എന്റെ കൂടെ ആയിരുന്നു കിഷൻ, നിങ്ങളുടെ ട്വിൻ ബ്രദർ നവനീത് കൃഷ്ണൻ. വക്കീലെ, അവൻ ജീവിച്ചതും മരിച്ചതും ഒക്കെ എനിക്ക് വേണ്ടിയാ. കുറച്ച് പണം തന്ന് കടന്നു തീർക്കല്ല, എന്നാലും ഒരു... എന്താടാ അവർക്ക് വേണ്ടത്? ഇയാള് ഗോവിന്ദ്ജി എന്ന് പറയൂ അത്രേ. നമ്മുടെ കിച്ചു ഇയാൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്തിരുന്നത്. ഓഹോ, അപ്പോ എഴുന്നേക്കുക, അധികം നിൽക്കാതെ സ്ഥലം വിടുക. എന്താപ്പത്? അങ്ങനെ ഇങ്ങോട്ട് വരേണ്ട ആളൊന്നും അല്ലാതെ നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു വന്നപ്പോ ഒരുമാതിരി ദൈവം തമ്പുരാനൊന്നും അല്ലല്ലോ ഇത്. എന്റെ കുട്ടിയെ കൊണ്ടുപോയി വഴിതെറ്റിച്ച് കുരുതി കൊടുത്തിട്ട് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഈ പടികേറി വന്നത്? ആളെ ശരിക്കും മനസ്സിലാവാത്ത നിങ്ങൾ വെറുതെ... മരിച്ചത് ഇദ്ദേഹത്തിന്റെ മകനാടോ. ഇങ്ങനെയൊക്കെ അല്ല പിന്നെ എങ്ങനെയാ പെരുമാറണ്ടേ? ക്ഷമിക്കണം, ഒരറിവില്ലായ്മയായിട്ട് കണക്കാക്കിയാൽ മതി. ഓ, അങ്ങനെ തന്നെ കണക്കാക്കിക്കോളാം. ഈ കിഴിയും കൂടെ എടുത്തോണ്ട് പോവാ. വരട്ടെ മിസ്റ്റർ അനന്തകൃഷ്ണൻ. ഇനി വരരുത്. കിച്ചുവിന്റെ കൂട്ടുകാരെ ഒന്നും കാണാൻ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ഡിസ്റ്റർബ് ചെയ്താൽ ഞങ്ങൾക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. ഇനി എനിക്ക് വയ്യ. നീ അനന്തു, അനന്തു, താനിങ്ങനെ ആർക്കും മുഖം കൊടുക്കാതെ മുറിക്കാതെ അടച്ചിരുന്നാൽ എങ്ങനെയാ? തന്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് എല്ലാവർക്കും നല്ല പേടിയുണ്ട്. അച്ഛനെ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കണോ? അവർക്ക് സമാധാനം കൊടുക്കണ്ട താൻ തന്നെ. മണിക്കുട്ടിക്ക് നല്ല വിഷമമുണ്ട്. ഒന്നും പുറത്തു കാണിക്കാതെ ചിരിച്ച് ഇങ്ങനെ. അനന്തു, നീ ഇങ്ങനെ നടയടച്ചിരുന്ന ശരിയാവില്ല. കോളേജിൽ ജോയിൻ ചെയ്യണ്ടേ? എത്ര നാളെന്ന് വെച്ചാൽ ലീവ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാ. ആദ്യം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. ഹിന്ദു എന്നവരൊക്കെ വരുന്നുണ്ട് ഇന്റർവ്യൂവിനെ. അതൊന്നും വേണ്ട, എനിക്ക് വയ്യ. വയ്യേ? ഞാനാ അവരോട് വരാൻ പറഞ്ഞത്. ഇതിലെന്താ ഇപ്പൊ ആനക്കാര്യം? നമ്മുടെ എക്സ്പീരിയൻസ് അവരോട് പറയുക, അത്രല്ലേ ഉള്ളൂ. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്താ അവരോട് പറയേണ്ടത്? അനന്തു, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഒന്നും. അനന്തു, ഞാൻ അനന്തു അല്ല. മരിച്ചു. കിച്ചു, കിച്ചുവാണ് ഞാൻ. എന്താ?
ഒന്നുമില്ല, അവൻ വെറുതെ കിച്ചുവിന്റെ ഓരോ കാര്യങ്ങൾ ഓർത്ത് കുട്ടികളെ പോലെ. ആനന്ദേട്ടാ, ആ, വേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. നീ പൊക്കോ. ആ, പൊക്കോ. നിനക്ക് ഷൂട്ട് എക്സൈറ്റ് ഉണ്ടായിരുന്നു എന്ന് പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിനെ ബലി കൊടുത്തിട്ട് നീ രക്ഷപ്പെട്ടുല്ലേ? എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? എന്താ നിന്റെ ഉദ്ദേശം? അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ വന്നതാണോ? ഈശ്വര, അവരിതറിഞ്ഞാൽ എല്ലാം തകർത്തിട്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞോ? എല്ലാരോടും പറഞ്ഞു. ഈ നാടകം ഇനി വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ വയ്യ. എനിക്ക് അനന്തമാവാൻ വയ്യ. അച്ഛനും അമ്മയ്ക്കും നീ അനന്തൂന് പകരമായെന്ന് വരും. പക്ഷേ എന്റെ മോള്, അവളോട് ഞാൻ എന്ത് പറയും? അച്ഛാ, അച്ഛാ, എന്താ പതിവില്ലാണ്ട് ഈ നേരത്തൊരു കിടപ്പ്? എന്താ അച്ഛാ? അല്ല, വെറുതെ കിടന്നതാ. നല്ല കാറ്റ്, ഉറങ്ങിപ്പോയി. കഞ്ഞി എടുത്ത് വെക്കട്ടെ? ആ, ഞാനൊന്ന് കയ്യും കാലും മുഖം കഴിയിട്ട് വരാം. എന്താ മോനെ ആലോചിക്കണത്? ഒന്നുമില്ല. അനന്തുവിനെ കുറിച്ചാണോ? എനിക്കന്നേ മനസ്സിലായിട്ടുണ്ട്. ആര് പോയാലും അമ്മയുടെ സങ്കടം ഒന്ന് തന്നെയാ മോനെ. അമ്മേ, എനിക്ക് രക്ഷപ്പെടാം. കരുതിക്കൂട്ടി ഞാൻ അവനെ കൊല്ലിച്ചതാണ് തോന്നുന്നു അമ്മയ്ക്ക്. അമ്മയ്ക്ക് അറിയണം എന്റെ പ്രാണസങ്കടം. അമ്മേ